ഒരു നിശ്ചിത നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമീകരിക്കുന്നതാണല്ലോ സംഖ്യാശ്രേണികൾ. സമാന്തര ശ്രേണികളെല്ലാം ഇതുപോലെ ഒരു നിശ്ചിത നിയമം അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഓരോ ശ്രേണിക്കും ഓരോ നിയമമുണ്ട്. 2, 4, 6 എന്നിങ്ങനെയുള്ള ഇരട്ടസംഖ്യകളുടെ ശ്രേണി ഉണ്ടാക്കുന്നതിന്റെ നിയമം എന്താണെന്ന് നോക്കാം. പദങ്ങളുടെ സ്ഥാനം 1, 2, 3 എന്നിങ്ങനെ സൂചിപ്പിച്ചാൽ ഓരോ സ്ഥാനത്തെയും സൂചിപ്പിക്കുന്ന സംഖ്യയുടെ 2 മടങ്ങാണല്ലോ ആ സ്ഥാനത്തെ പദം. എങ്കിൽ n-ാം സ്ഥാനത്തെ പദം എന്തായിരിക്കും? അത് n-ന്റെ 2 മടങ്ങ് അഥവാ 2n ആയിരിക്കുമല്ലോ. അതായത് 2, 4, 6 എന്നിങ്ങനെയുള്ള ഇരട്ടസംഖ്യകളുടെ ശ്രേണിയുടെ n-ാം സ്ഥാനത്തെ സംഖ്യ 2n ആണ്. ഇനി 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകളുടെ ശ്രേണിയുടെ നിയമം നോക്കാം. നേരത്തെ ചെയ്തതുപോലെ പദങ്ങളുടെ സ്ഥാനം 1, 2, 3 എന്നിങ്ങനെ സൂചിപ്പിക്കാം. ഓരോ ഒറ്റ സംഖ്യയും അതിന് തൊട്ടു ശേഷമുള്ള ഇരട്ടസംഖ്യയേക്കാൾ 1 കുറവാണല്ലോ. ഓരോ ഇരട്ടസംഖ്യയും അതിന്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയുടെ 2 മടങ്ങാണെന്നും നാം കണ്ടു. അതിനാൽ ഓരോ ഒറ്റ സംഖ്യയും അതിന്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയുടെ 2 മടങ്ങിനേക്കാൾ 1 കുറവായിരിക്കുമല്ലോ. ബീജഗണിതം ഉപയോഗിച്ച് n-ാം സ്ഥാനത്തെ പദം n-ന്റെ 2 മടങ്ങിനേക്കാൾ 1 കുറവ് അഥവാ 2n - 1 ആണെന്ന് പറയാം. എങ്കിൽ 4, 7, 10 എന്നിങ്ങനെയുള്ള സമാന്തര ശ്രേണിയുടെ നിയമം എന്തായിരിക്കും? പദങ്ങളുടെ സ്ഥാനം 1, 2, 3 എന്നിങ്ങനെ സൂചിപ്പിക്കാം. 4 എന്നത് 3 + 1 ആണല്ലോ. 7 എന്നത് 6 + 1-ഉം 10 എന്നത് 9 + 1-ഉം ആണല്ലോ. ഇനി ഇതിനെ പദസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്താം. 3 എന്നത് 1 × 3 ആണല്ലോ. 6 എന്നത് 2 × 3-ഉം 9 എന്നത് 3 × 3-ഉം ആണല്ലോ. അതിനാൽ ഈ ശ്രേണിയിലെ ഓരോ പദവും അതിന്റെ പദസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയുടെ 3 മടങ്ങിനോട് 1 കൂട്ടിയതാണ്. എങ്കിൽ n-ാം സ്ഥാനത്തെ പദം എന്തായിരിക്കും? അത് n-ന്റെ 3 മടങ്ങിനേക്കാൾ 1 കൂടുതൽ അഥവാ 3n + 1 ആയിരിക്കുമല്ലോ. അതായത് ഈ ശ്രേണിയുടെ n-ാം സ്ഥാനത്തെ സംഖ്യ 3n + 1 ആണ്. ഒന്നാം പദം x1, രണ്ടാം പദം x2, മൂന്നാം പദം x3 എന്നിങ്ങനെ സൂചിപ്പിച്ചാൽ 2, 4, 6 എന്നിങ്ങനെയുള്ള ഇരട്ടസംഖ്യകളുടെ ശ്രേണിയുടെ n-ാം സ്ഥാനത്തെ സംഖ്യ xn = 2n ആണ്. 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റസംഖ്യകളുടെ ശ്രേണിയുടെ n-ാം സ്ഥാനത്തെ സംഖ്യ xn = 2n - 1 ആണ്. 4, 7, 10 എന്നിങ്ങനെയുള്ള ശ്രേണിയുടെ n-ാം സ്ഥാനത്തെ സംഖ്യ xn = 3n + 1 ആണ്. 2, 4, 6 എന്നിങ്ങനെയുള്ള ഇരട്ടസംഖ്യകളുടെ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? അത് 2 അല്ലേ? 1, 3, 5 എന്നിങ്ങനെയുള്ള ശ്രേണിയുടേതോ? അതും 2 തന്നെയല്ലേ? 4, 7, 10 എന്നിങ്ങനെയുള്ള ശ്രേണിയുടേതോ? അത് 3 ആണല്ലോ. ഇവിടെയെല്ലാം പദങ്ങളുടെ മടങ്ങിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ശ്രേണിയുടെ പൊതുവ്യത്യാസം തന്നെയാണല്ലോ. x എന്ന് മാത്രമല്ല ഏതക്ഷരം ഉപയോഗിച്ചും ശ്രേണിയെ സൂചിപ്പിക്കാം. ഇങ്ങനെ ഒരു ശ്രേണിയിൽ സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം ബീജഗണിതം ഉപയോഗിച്ച് പറയുന്നതിനെ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്നാണ് പറയുന്നത്.